ഇഷ്ടപ്പെടുന്ന ആ ആളില്ലേ, അയാളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുക. ശരിക്കും എന്താ മനസ്സിൽ തോന്നുന്നേ? ഓടിച്ചെന്ന് അയാളെ ഒന്ന് ഇറുക്കി കെട്ടിപ്പിടിക്കാനല്ലേ? ക്ലബ് എഫ്എമ്മിലെ റൊമാൻറ്റിക് ഷോ ആയ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാ. നമ്മൾ ഒത്തിരി നാൾ കൂടി ഇഷ്ടമുള്ള ഇയാളെ കാണില്ലേ, നമുക്ക് 2 പേർക്ക് മനസ്സിൽ തോന്നും ഒന്ന് കെട്ടിപ്പിടിക്കണം. ശരിക്കും പറഞ്ഞാൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ കാണും. എന്നാൽ നമ്മൾ മിക്കവാറും കാണുന്ന ഒരു പബ്ലിക് പ്ലേസിലോ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ ആയിരിക്കും. ഒരിക്കലും ഈ ഒരു അഫെക്ഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാൾ മുന്നേ ഒരു സർവേയിൽ വായിച്ചെന്താണെന്നറിയോ? നമ്മൾ മലയാളികളാണ് ഏറ്റവും കുറച്ച് അഫെക്ഷൻ പുറത്ത് കാണിക്കുന്നതെന്ന്. നമ്മുടെ മൂവീസ് തന്നെ എടുത്തോ, എത്ര മൂവീസിലാണ് ശരിക്കും ആ ഒരു അഫെക്ഷൻ കാണിക്കുന്നത്? കാണിക്കണമെന്നൊക്കെ ഉണ്ട്, ചുറ്റുമുള്ളവരെ ഓർക്കുമ്പോൾ പേടിയാ എന്നൊരു മെസ്സേജ് റോഷൻ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഖില പറഞ്ഞിരിക്കുന്നത്, ഇഷ്ടമുള്ള ആളുടെ കൈ ഒന്ന് പിടിച്ചാൽ ഒന്ന് ചേർന്നിരുന്ന ചുറ്റുമുള്ളവരൊക്കെ വേറെ രീതിയിലാണ് നോക്കുന്നത്. എങ്ങനെ അഫെക്ഷൻ കാണിക്കുക എന്നതാണ് കക്ഷിയുടെ ക്വസ്റ്റ്യൻ. ലവ് ബൈറ്റ്സ് റീനു ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനെ പബ്ലിക്കായിട്ട് അഫെക്ഷൻ കാണിക്കുന്നത് തെറ്റാണോ? അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അഭിപ്രായം എനിക്ക് അയച്ചു തരാം 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ ഒപ്പീനിയൻ. 2 പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഈ പാട്ടുകൾ കേട്ട് തിരിച്ചു വരുമ്പോൾ റീനുവിന് പറയാനുള്ള റീനുവും പറയും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അയക്കുവേ, ചോദിച്ച ചോദ്യം എങ്ങനെയാ? റീനു ചോദിച്ചിരുന്നു, നമ്മൾ പബ്ലിക്കായിട്ട് അഫെക്ഷൻ കാണിക്കുന്ന തെറ്റാണോ എന്ന്. അതിൽ യാതൊരു തെറ്റുമില്ല, പക്ഷെ എവിടെ വെച്ച് കാണിക്കുന്നു എന്നത് പ്രധാനമെന്ന് ഒത്തിരി പേരും പറഞ്ഞിട്ടുണ്ട്. റീനുവിന് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കുന്നത്, അത് പ്രകടിപ്പിക്കുന്നത് ഒന്നും തെറ്റല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക, സമപ്രായക്കാരാണ്, ഒരേ ചിന്താഗതിയാ, ഒരേപോലെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പം അവരുടെ മുന്നിലിരിക്കുമ്പോൾ കൈ പിടിച്ചിരിക്കുന്നോ അടുത്തിരിക്കുന്നോ ഒന്നും കുഴപ്പമില്ല. എന്നാൽ ആ സമയത്ത് മുതിർന്ന ഒരാൾ വരാ, നമ്മളെ പഠിപ്പിച്ചൊരു അധ്യാപകനോ നമ്മുടെ പേരൻസോ, അവരുടെയൊക്കെ മുന്നിൽ നമ്മളിത് എക്സ്പ്രസ് ചെയ്യൂ. അങ്ങനെ നമുക്ക് ചെയ്യാം. അവിടെ പരിഹസിക്കപ്പെടുന്നത് നമ്മളല്ല, നമ്മുടെ പ്രണയമല്ലേ. അതിൻ്റെ മൂല്യത്തെയാ അവർ കുറച്ച് കാണുന്നത്. റീനു പറയുന്നത്, പ്രണയിക്കുന്നവർ ആ സ്നേഹം എന്തായാലും എക്സ്പ്രസ് ചെയ്യണം, പക്ഷേ സമയവും സാഹചര്യവും അനുസരിച്ച്. പറഞ്ഞു കേട്ടിട്ടില്ലേ, ശരിയായ കാര്യം തെറ്റായ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റിൻ്റെ ഫലമാണ് കിട്ടുന്നതെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തോ ആയിക്കോട്ടെ, ചുറ്റുമുള്ളവർ കൺസീവ് ചെയ്യുന്ന വേറെ രീതിയിലാണെങ്കിൽ അവിടെ പോയില്ലേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുവിൻ്റെ കൂടെ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് ബിന്ദു ആണ് വന്നിരിക്കുന്നത്. ബിന്ദു, ഒരു പ്രണയമുണ്ടോ? എത്ര കാലായി? 3 വർഷമായി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ, പുറത്ത് പ്രണയം കാണിക്കൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ കൈപിടിച്ചൊക്കെയാണോ നടക്കാറ്? ഇല്ല. അതെന്താ അങ്ങനെ കൈപിടിച്ച് പുറത്തിറങ്ങുമ്പോൾ നടക്കാത്തെ? അവർക്ക് സിനിമയല്ലേ ഉള്ളൂ, പബ്ലിക്കിനെ ഫേസ് ചെയ്യണല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ചമ്മലൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ പൊതുവെ പറയാറുണ്ട്, മലയാളികള് പ്രണയം പുറത്ത് കാണിക്കാൻ മടി കാണിക്കുന്നവരാണ്, അവര് പ്രണയം കാണിക്കാറില്ലാതെ. അത് പുറത്ത്, അതായത് നമ്മളിപ്പോ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോ ആ സമയത്തായിരിക്കും കാണിക്കാത്തത്. ഹസ്ബൻഡിന് സന്തോഷം വരാൻ വേണ്ടിട്ട് ബിന്ദു എന്ത് ചെറിയ ജസ്റ്ററാ ചെയ്യുന്നത്? ഏത് രീതിയിലാ പ്രണയം കാണിക്കുന്നത്? ഒരു കാര്യമുണ്ട്, ഒന്നെ മേരീഡ് ആയതുകൊണ്ട് തന്നെയാണ് എന്റെ ഹസ്ബൻഡിന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പുള്ളിക്കാരൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോ ഇപ്പോ നമ്മള് ഒരു ചായ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ച്, അല്ലെങ്കിൽ പുള്ളി ഇപ്പൊ ഓഫീസിൽ പോകുന്ന സമയം, ആ സമയത്തൊക്കെ നമ്മുടെ പുള്ളിയുടെ ഇപ്പൊ ഷൂസ് ആണെങ്കിൽ സോക്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോ അതൊക്കെ ഒരു നമ്മൾ പറയാതെ തന്നെ ഒരു ഇഷ്ടം നമ്മുടെ അടുത്ത് ഉണ്ടാവും. നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുള്ളിക്ക് സന്തോഷാവും. അതെ അതെ.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ രേണു. കണ്ടോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി പ്രണയം അറിയിക്കാനായിട്ടും ആ പ്രണയം ഫീൽ ചെയ്യാനായിട്ടും. ഇതുപോലൊരു ഒപ്പീനിയൻ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കൂടെ പറയണോ? എന്നാ 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് എൻ്റെ റെയിനുണ്ട് കൂടെ. ഇഷ്ടം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ജസ്റ്ററിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നൊന്നും ഡൗട്ട് അടിക്കേണ്ട ഒരു കാര്യമില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സി റീനു പറയുന്നു, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇഷ്ടം അറിയിക്കാനായിട്ട്. ചില ചെറിയ പ്രവൃത്തികൾ മതി മറ്റേ ആൾക്ക് ഒരുപാട് സന്തോഷം വരാൻ. ഇപ്പോൾ അസൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ചെറിയ ഹെൽപ്പ് ചെയ്യുക. മുഖം ഒന്ന് വാടിയിരിക്കുകയാണെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഒരു ചെറിയ കടലാസിൽ ഐ ലവ് യു എന്ന് എഴുതി കൊടുക്കുക. ഭയങ്കര സന്തോഷം വരുമ്പോൾ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ എന്നും രാവിലെ വൈഫാ ചായ തരണമെങ്കിൽ അന്ന് നേരത്തെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായ വൈഫിന് കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ തരാൻ. അങ്ങനെ മനസ്സ് നിറയെ എല്ലാവർക്കും സന്തോഷം ആശംസിച്ചുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിന്ന് റീനു പോവുക. അതെ, നാളെ രാത്രി 10 മണിക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ആരാന്നറിയാലോ, ആക്ടർ റഹ്മാനും കൂടി കാണും. എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ എന്നോട് SMS ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ പോസ്റ്റ് ചെയ്താലും മതി. Till tomorrow, this is me Renu signing off. Good night. Take care.